ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു മധുരം തന്നെയാണ്, പക്ഷേ ഇത് തണുപ്പിച്ച് കഴിക്കുന്ന മധുരം. അപ്പോൾ ഒരു ഫ്രൈഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഇതൊരു പുഡിങ്ങാണ്. പുഡിങ്സ് ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നല്ലൊരു ഡിന്നറോ ലഞ്ചോ ഒക്കെ കഴിഞ്ഞിട്ടൊരു മധുരം കഴിക്കാറുള്ളത്. അത് തണുത്താണെങ്കിൽ പറയേണ്ട കാര്യമില്ല. പലതരം സൂഫ്ലേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു സൂഫ്ലേ തന്നെയാണ്, പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സൂഫ്ലേ. ഇത് ലിച്ചി എന്ന് പറയുന്നൊരു ഫ്രൂട്ട് വെച്ച് ചെയ്യുന്ന ഒരു സൂഫ്ലയാണ്, ലിച്ചി സൂഫ്ലേ. ലിച്ചി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വൈറ്റ് കളറിലൊരു ട്രാൻസ്പാരൻ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ജെല്ലി പോലെ ഇരിക്കുന്നൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ പുറം കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ്. പിന്നെ ചിക്കുവിൻ്റെയൊക്കെ പുറം കണ്ട പോലെ ഇരിക്കും, പക്ഷേ അതൊരു തോട് പോലെയാണ്. അത് ഇളക്കി കഴിയുമ്പോൾ അകത്ത് നല്ല മധുരമുള്ളൊരു ജെല്ലി ടൈപ്പ് ഒരു വൈറ്റ് കളറിലൊരു ഫ്രൂട്ട് ഉണ്ടാവും. അതാണ് ലിച്ചി. അത് ഫ്രഷ്. അപ്പോൾ ഫ്രഷ് കൊണ്ടും ചെയ്യാം. അതല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യമല്ലല്ലോ ഫ്രഷ് ആയിട്ടുള്ള ലിച്ചി. നല്ല ലിച്ചി ഫ്ലേവർ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ലിച്ചി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്ലേവറിൽ നമ്മളൊരു സൂഫ്ലേ ചെയ്യാൻ പോവാണ്. ഈ ലിച്ചി സൂഫ്ലേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിച്ചി ക്രഷ് 1/2 കപ്പ്, വെള്ളം 1/2 കപ്പ്, ജെലാറ്റിൻ 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ്, പിങ്ക് ഫുഡ് കളർ 2 തുള്ളി, വിപ്ഡ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം 1/2 കപ്പ്, മുട്ടയുടെ വെള്ള 2 എണ്ണം. ഇപ്പം മാർക്കറ്റിൽ പല സൂപ്പർ മാർക്കറ്റ്സിലും കടകളിലും ഒക്കെ ലിച്ചി ക്രഷ് അല്ലെങ്കിൽ ലിച്ചി സിറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്പികളിൽ വാങ്ങാൻ കിട്ടും. അപ്പം നമ്മളിവിടെ ലിച്ചി ക്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ലിച്ചിയുടെ ക്രഷ് അതൊരു ട്രാൻസ്പാരൻറ്റ് കളറാണ്, അതിന് പ്രത്യേകിച്ചൊരു കളറൊന്നും ഉണ്ടാവില്ല. അത് ഏകദേശം ഒരു 1/2 കപ്പ് ഒരു കുപ്പി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് 1/2 കപ്പ് അളന്നെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ലിച്ചി ക്രഷിലേക്ക് ഒരു 1/2 കപ്പ് ലിച്ചി ക്രഷ് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. അപ്പോൾ ഐസ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പോൾ നല്ല ലിച്ചിയുടെ മണം ഇപ്പോഴത്തന്നെ വരുന്നുണ്ട്. ഇതൊരു സൈഡിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അളന്ന് വെച്ചതാണ് ഞാൻ, 1 ടേബിൾ സ്പൂൺ. ഹീറ്റ് അല്ല, ലെവൽ ടേബിൾ സ്പൂൺ. അതിലേക്ക് ഐസ് വാട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം, 2 or 3 ആയാലും കുഴപ്പമില്ല. ഇത് കുതിരാനുള്ള ഒരു 3 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ലിച്ചി ഒരു പ്യൂറി പോലെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. 1/2 കപ്പ് ലിച്ചീസ് ക്രഷും 1/2 കപ്പ് ഐസ് വാട്ടറും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് മധുരം, കുറച്ചുകൂടി മധുരം വേണം. അതിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാര ഇതൊരു 1/4 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം, അലിയിച്ചെടുക്കുക. അത് നമുക്ക് പുഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കളർഫുൾ ആയിരിക്കും, എന്നാലേ വളരെ അട്രാക്റ്റീവായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് മാത്രം ലിച്ചിക്ക് ചേരുന്നൊരു കളർ എന്താണ്? ഒരു ലൈറ്റ് ബേബി പിങ്ക്. ഒരുപാട് പിങ്കല്ല, ഒരു ചെറിയൊരു പിങ്കിൻ്റെ ഒരു സജഷൻ മാത്രം. പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ പിങ്കാണ്, എന്നാൽ വലിയ പിങ്കല്ല. അപ്പോൾ ഒരു ചെറുതായിട്ട് പിങ്ക് ഫുഡ് കളർ അല്പം ചേർക്കാം. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ട് മാറിക്കഴിഞ്ഞു. ഇതപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? ലിച്ചി ക്രഷ് 1/2 കപ്പ് ഐസ് വാട്ടർ, ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ ഒരല്പം പിങ്ക് ഫുഡ് കളർ, ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടാനായിട്ട്. അപ്പോൾ ജെലാറ്റിൻ കുതിർന്നിരിക്കുന്നതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം, ബോയിലിംഗ് വാട്ടറാണ്, തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൽ നിന്നും എടുത്തതാണ് ഈ 1/4 കപ്പ്. അത് ഒഴിക്കാം. അതൊഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജെലാറ്റിൻ ഇങ്ങനെ ഒഴുകി തുടങ്ങും, മെൽറ്റ് ചെയ്ത് വരും, വെള്ളം പോലെ ആകും. അപ്പോൾ ഈ അലിഞ്ഞ ജെലാറ്റിൻ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ജെലാറ്റിൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലിച്ചി കൂട്ടിലേക്ക് യോജിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ ജെലാറ്റിൻ ഏകദേശം എല്ലാം കൂടി 1/2 കപ്പോളം ഉണ്ട്. നന്നായിട്ട് യോജിപ്പിക്കുക. 2 രീതിയിൽ ഇനി ചെയ്യാം. അതായത് ഇതിപ്പോൾ തന്നെ ഫ്രീസറിലേക്ക് വയ്ക്കാം. ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയം കൊണ്ട് അതവിടെ ഇരുന്ന് തണുത്ത് ഉറച്ചു തുടങ്ങും. എന്നിട്ട് നമ്മുടെ വിപ്ഡ് ക്രീം റെഡിയായി കഴിയുമ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ച് ഇതൊന്ന് സെറ്റായി തുടങ്ങുമല്ലോ. സെറ്റായി കഴിയുമ്പോൾ ഇങ്ങനെ അവിടെ കട്ടിയായി തുടങ്ങും. അപ്പോൾ നമ്മളത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത കട്ടയൊക്കെ ഉടച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വിപ്ഡ് ക്രീം ചേർത്തിട്ട് സാവധാനം യോജിപ്പിക്കും. അത് ഒരു രീതി. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് വിപ്ഡ് ക്രീം
ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ സമയക്കുറവായതുകൊണ്ട് ഇത് ഞാൻ തണുക്കാനായിട്ടൊന്നും മാറ്റി വയ്ക്കുന്നില്ല. ഇതൊരു സൈഡിലിരിക്കട്ടെ. നമുക്ക് വിപ്ഡ് ക്രീം തയ്യാറാക്കാം.